സ്കൂൾ പ്രവേശനോത്സവത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ സ്കൂളുകളിലെ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം പൂർത്തിയായില്ല. 50 ഇങ്ങളെ കൊണ്ടത് പറ്റൂല. ഇതാണ് ഇവിടുത്തെ LDF-കാരങ്ങനെ പറയുന്നത്. നിങ്ങളെ കൊണ്ടതൊന്നും പറ്റൂല എന്നാ പറയുന്നത്. സമയാസമയത്ത് പുസ്തകം കൊടുക്കാൻ പറ്റൂല, സമയാസമയത്ത് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, സമയാസമയത്ത് സ്കൂൾ യൂണിഫോം കൊടുക്കാൻ പറ്റില്ല, സമയാസമയത്ത് ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട 100 രൂപ 1000 രൂപ കൊടുക്കാൻ പറ്റില്ല, KSRTCയിൽ യാത്ര ഫ്രീ എന്ന് പറയുന്ന അത് നടക്കൂല, ഇവിടെ ആളുകൾക്ക് വീടുകളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പൈസ കിട്ടിയിരുന്നു, അത് കിട്ടൂല. ഇങ്ങനെ നിങ്ങൾക്കൊണ്ട് പലതും പറ്റൂലെന്നേ. ഇവിടെ നമ്മുടെ ഈ ഗവൺമെന്റ് നടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗംഭീര ഒരു റെയിൽ പദ്ധതി ഉണ്ടെന്ന് കേരളയില്, അത് നിങ്ങളെ കൊണ്ട് നടത്താൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അത് അതേപോലെ വേറെ പേരിൽ വരും കേട്ടോ, ഒരു സംശയമില്ല, അത് വേറെ പേരിൽ വരും. കേരളയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് LDF-ന് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേരൊന്ന് ചെറുതാക്കി മാറ്റും. പേര് ചെറുതാക്കി മാറ്റിയിട്ട് അതിവേഗ ട്രെയിൻ എന്നൊക്കെ ആക്കി മാറ്റും, ഹൈസ്പീഡ് ട്രെയിൻ എന്നൊക്കെ ആക്കി മാറ്റും. എന്തായാലും എന്ത് ഹൈസ്പീഡ് ട്രെയിൻ ആയാലും ആകാശത്തു കൂടെ ഒക്കെ നല്ല പോവുക. അത് കൃത്യമായിട്ടും ഏതൊക്കെ വഴിയാണോ പിണറായി വിജയൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് വഴിയിലൂടെയൊക്കെ തന്നെ പോവും. എന്തൊക്കെയായാലും സംഗതി അവിടെ കിടക്കട്ടെ, അത് വരണം. അതിന് എനിക്കൊരു അഭിപ്രായം വിരുദ്ധ അഭിപ്രായം ഇല്ല. പക്ഷെ ഇവിടെ അതല്ല, നിങ്ങളെ കൊണ്ട് പറ്റൂണില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. താഴെ യൂണിഫോം മാത്രമേ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളൂ. പ്രധാന അധ്യാപകർ കളർ കോഡ് തിരഞ്ഞെടുത്ത് നൽകിയിട്ട് മാസങ്ങളായിട്ടും പല സ്കൂളുകൾക്കും എപ്പോൾ യൂണിഫോം ലഭിക്കുമെന്ന അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പല സ്കൂളുകളിലും യൂണിഫോം ഇല്ലാതെ കുട്ടികൾ വരേണ്ടി. തീർച്ചയായിട്ടും സ്കൂളുകളിൽ ആദ്യമായിട്ട് കളർ എടുത്തു വരും പിള്ളേർ. കളർ അല്ലേ, വ്യത്യസ്തമായ കളർ, പൂമ്പാറ്റകളെ പോലെ കുട്ടികൾ ഇങ്ങനെ ആർമാദിച്ചടക്കും. അങ്ങനെ തന്നെ വേണമെന്നേ. എന്ത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തില് യൂണിഫോം ഒരേപോലത്തെ യൂണിഫോം, എല്ലാരും വെള്ള, എല്ലാരും നീല പെയിന്റ് അല്ലേ. എന്തൊരു ബോറം പരിപാടിയാണ് യൂണിഫോമൊക്കെ. നമുക്ക് എന്തിനാണ് യൂണിഫോം? നമുക്കൊരു പൂക്കി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പിള്ളേര് കളറിട്ട് നടക്കട്ടെന്നേ. ഇങ്ങനൊക്കെ വിചാരിക്കണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ, നിരുത്തരവാദിത്തം ഇതാണ് നിരുത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉത്തരവാദിത്തമില്ലായ്മ. തുടക്കം 1 മാസം പൂർത്തീകരിച്ചിട്ടില്ല. 1 മാസം 30 ദിവസമായിട്ടുള്ള അധികാരത്തിൽ കയറിയിട്ട് അപ്പോഴേക്കും ഇത്തരം ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വൃത്തിയായിട്ട് മാന്യം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്, പറ്റുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പറ്റുന്നില്ല. വെറും കുറെ തగ్గടിച്ചാൽ മതിയോ നല്ല ഭരണം ഉണ്ടാവുമോ? എല്ലാ പത്രസമ്മേളനത്തിനും കുറെ ചിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭരണം ഉണ്ടാവുമോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് കേൾക്ക്, മനസ്സിലാക്കേണ്ടത് പറയൂ വേഗം. സ്മൃതി, പല സ്ഥാപനങ്ങൾക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്കൂളുകൾക്കും ഒക്കെ ഇത്തരത്തിൽ കൈത്തറി യൂണിഫോം സൗജന്യമായി സർക്കാർ നൽകുന്നതാണ്. അതിൽ 50% മാത്രം യൂണിഫോമുകൾ മാത്രമേ ഇതിനകം തന്നെ വിതരണം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ 2025 നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, എന്തോ ഒരു ഞാൻ അങ്ങനെ കമ്പാരിസൺ അല്ല, ഇത്തരം ഒരു ചർച്ചയേ ഉണ്ടാവില്ല. ഇതിങ്ങനെ നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. LDF ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വർത്തമാനേ ഉണ്ടാവില്ല. എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി LDF-ന് എടുത്ത് താറെടുത്ത് നടക്കുന്നുണ്ടായിരിക്കും. സ്മൃതി പരുത്തിക്കാടൊക്കെ LDF-ന്റെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ആ കത്തിയും കൊണ്ട് തുള്ളുന്നുണ്ടായിരിക്കും. അമ്മാതിരി വർത്താനൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമെന്നേ. ഇപ്പൊ എത്ര സമാധാനപരമായിട്ട് വായിക്കും നോക്കി. എപ്പോഴെങ്കിലും ഗവൺമെന്റ് കുറ്റം പറഞ്ഞോ? ഗവൺമെന്റ് നിരുത്തരവാദിത്തമാണിത്, UDF ഗവൺമെന്റ് ഇത് നേരത്തെ നോക്കണമായിരുന്നു. സമയാസമയത്ത് മുഖ്യമന്ത്രിയും തീരുമാനിച്ച് ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്ന രീതിയിലൊക്കെ വേണ്ട സംസാരിക്കാൻ. എന്താണ് അങ്ങനത്തെ സംസാരമൊന്നും ഇല്ലാത്ത? വർഷത്തിൽ 6841 സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം ചെയ്തത്. അതിന്റെ ഗുണഭോക്താക്കളാകട്ടെ 9.33 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു. ആ വിദ്യാർത്ഥികളിൽ 50% പേർക്ക് മാത്രമേ ഇപ്പോൾ യൂണിഫോം ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ സൗജന്യ സ്കൂൾ യൂണിഫോം വിതരണം നടക്കുന്നത് 7ാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും 1 മുതൽ 4 വരെ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കുമാണ് ഇത്തരത്തിൽ കൈത്തറി യൂണിഫോമുകൾ വിതരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് അല്ല, ഇനിയിപ്പോ ഇതുമൊക്കെ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഇതും നിർത്തലാക്കുവോടെ.
ഈ പിള്ളേർക്ക് സൗജന്യമായിട്ട് യൂണിഫോം കിട്ടിയിരുന്നു, അതും കൈത്തറി യൂണിഫോം കിട്ടിയിരുന്നു അല്ലേ. ഇനിയിപ്പോ ഇത് നിർത്തലാക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് പറയേണ്ടത്. ഒന്ന് പറഞ്ഞ ഫുള്ളായിട്ട്. ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ വിവരമോ ലഭിക്കുന്നില്ല. ഇത് പൂർണ്ണമായും വിതരണം ചെയ്യാൻ ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് നമ്മുടെ പിള്ളേർക്ക് ഈ ഒരു അധ്യയന വർഷത്തില് കൃത്യമായിട്ടുള്ള ഇത്തരം യൂണിഫോം ഒന്നും ഇട്ടിട്ട് നടക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട വേറൊരു വാർത്ത കൂടിയുണ്ട്, അതൊന്ന് കേൾക്കണം. നമ്മുടെ കൊച്ചുങ്ങളുടെ ബിരിയാണി എല്ലാം നിർത്തലാക്കുകയാണല്ലോ അല്ലേ. അത് നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഈ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മന്ത്രി അവർ സംസാരിക്കുമ്പോൾ നോക്കൂ, VD സതീശൻ മേനോൻ മന്ത്രി, അദ്ദേഹം പലപ്പോഴും നുണകളൊക്കെ രസകരമായി ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്. ചില ഊളകളായിട്ട് പത്രപ്രവർത്തകരാണ് മുമ്പിൽ ഇരിക്കുന്നതിനാൽ അവർ ചോദ്യങ്ങളൊന്നും തിരിച്ചു ചോദിക്കാറില്ല. വിട്ടേക്ക് കോൺഗ്രസിന് അങ്ങനെ കുറേയൊക്കെ പ്രിവിലേജ് ഉണ്ട്. ഇവിടെ ഗംഭീരമായിട്ട് നുണ പറയുന്ന ഒരു മന്ത്രിയെ കാണാം. ആ മന്ത്രിയെ ആരെക്കുറിച്ചാണ് നുണ പറയുന്നത് അവരെന്നെ അത് തേച്ചൊട്ടിക്കുന്നു കാണാം. ഗംഭീര ദൃശ്യമാണ്. നുണ ആദ്യം കേട്ടോളൂ. ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ നിവർത്തിയില്ല. ഞങ്ങൾ ഇത് ബിരിയാണി എങ്ങനെ കൊടുക്കും? കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മെനു അടക്കം എനിക്ക് ഇഷ്ടാ. നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, എവിടെ? അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. രാധാമണി എങ്ങനെയുണ്ട്? ചവറയിലെ ഏതോ ഒരു രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണത്രേ ഈ ബിർണാണി ചോദിച്ച കുട്ടി. നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചില്ലേ? നിങ്ങൾ ആരെങ്കിലും അത് അന്വേഷിച്ചു ചെന്നായിരുന്നോ? ഇവർ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു ചെന്നായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു ഉപകാരമില്ലാത്ത നുണകളൊക്കെ എന്തിനാണ് ഇങ്ങനെ വെച്ചടിക്കുന്നത് അല്ലേ? നോക്കൂ, ചേച്ചിയുടെ കൊച്ചുമോനാ. പുതിയ മന്ത്രി ഒന്ന് പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ വെച്ചോന്ന. ഞാൻ രാധാമണി ചേച്ചിയുടെ വെച്ചോല്ല. എന്റെ അപ്പാവിടെ ഒരു ഓമനും എന്റെ അമ്മാവിടെ പേര് തങ്കപ്പൻ. ഇത്രയുള്ള കാര്യം. ഹായ് ഗൈസ്, പുതിയ മന്ത്രി ഒന്ന് പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ വെച്ചോന്ന. എന്റെ പൊന്നു കുട്ടികളെ, എന്റെ പൊന്നു പ്രിയപ്പെട്ട മന്ത്രി, പുതിയ പിള്ളേരൊക്കെ പൊളിയാണ്. എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഈ പിള്ളേർ ഉള്ളത് പോലെ പറയും. കൊച്ചു പിള്ളേർക്ക് കള്ളമില്ല എന്ന് പറയാ. പിള്ള മനസ്സ് അങ്ങനെയല്ല, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയാ. ഈ പിള്ള മനസ്സിലൊന്നും കള്ളമില്ലെന്നേ അവരുള്ളത് പോലെ ഒന്ന് പറയും. എന്താ അപ്പൊ താങ്കൾക്ക് ആ ഒരു നുണ പറഞ്ഞോളൂ? നിങ്ങൾക്ക് എന്താ കിട്ടിയേ? നിങ്ങളവിടെ ശ്രമിച്ചത് എന്താണ്? ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ എന്തോ ഒരു ബന്ധുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അധികം എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. ആ കുട്ടിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടിയുടെ അമ്മേനെ അറിയാം, അമ്മമ്മേനെ അറിയാം, അച്ഛമ്മേനെ അറിയാം, എല്ലാവരും കുടുംബക്കാരും മുഴുവൻ അറിയാം. ഞാൻ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ ഒക്കെ കുടിക്കാറുള്ളത് എന്നിങ്ങനെ രീതിയിലൊക്കെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? അതുകൊണ്ടല്ല ഇപ്പം ഈ പിള്ളേരെടുത്തിട്ടിട്ട് ഇങ്ങനെ വലിച്ചലച്ച് ലെവലാക്കാനുള്ള ഏർപ്പാടിലേക്കൊക്കെ എത്തി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെടിപ്പായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തോടെ കൂടിയിട്ട് ഞാൻ അവസാനം വീഡിയോ സുഹൃത്തുക്കളെ ബൈ.